വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്ത് കുണ്ടറ പോലീസ്. കേസിൽ ഭർത്താവ് നിതീഷ് 1-ാം പ്രതി, സഹോദരി നീതു 2-ാം പ്രതി, അച്ഛൻ 3-ാം പ്രതി. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. വിവരങ്ങളുമായി ഷമീർ ചേർന്നു. ഷമീർ, പറയാം, എങ്ങനെയാണ് പോലീസ് നടപടികൾ? സേതുലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയത്. വിഭജികയുടെ മരണം നടന്നിരിക്കുന്നത് ഷാർജയിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എങ്ങനെയാണ് ഇതിൽ കേസെടുക്കാൻ കഴിയുക തുടങ്ങിയ വിവരങ്ങളിൽ പോലീസ് ആ വിവരങ്ങൾ ശേഖരിച്ച് നിയമോപദേശം സ്വീകരിച്ച ശേഷമാണ് കുണ്ട്ര പോലീസ് ഇന്നലെ അവർക്ക് വിഭജികയുടെ അമ്മ ശൈലജ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ 1-ാം പ്രതി വിഭജികയുടെ ഭർത്താവ് നിതീഷാണ്, 2-ാം പ്രതി സഹോദരിയാണ്, 3-ാം പ്രതി അച്ഛനാണ്. അങ്ങനെ 3 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇതിനു മുമ്പ് കോട്ടയം, അതായത് നിതീഷിന്റെ വീട് കോട്ടയത്താണ്. കോട്ടയം ഡിവൈഎസ്പിയും സമാന്തരമായി ഈ കേസിൽ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തുകയാണ്. കോട്ടയം എസ് പിക്കും ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നിതീഷിന്റെ വീട് കോട്ടയമാണ്. ഇനി കോട്ടയം പോലീസും ഈ സംഭവത്തിൽ എഫ്ഐആർ രേഖപ്പെടുത്തും. ഇപ്പോൾ പ്രാഥമികമായി വിവരങ്ങൾ ശേഖരിച്ച പോലീസ് ഇതിൽ ഗുരുതരമായി സ്ത്രീധനമടക്കമുള്ള കാര്യങ്ങളിൽ നിതീഷ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ച ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. തുടർ നടപടികൾ ഇനി കോട്ടയം പോലീസ് സ്വീകരിക്കും. സേതുലക്ഷ്മി. ശരി ഷമീർ, ഒരു പെൺകുട്ടിയെ മാനസികമായി തളർത്തി അതിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് അതിനെ ആ കുട്ടി മാത്രമല്ല, വിഭജിക്കാൻ മാത്രമല്ല, ഒരു കുഞ്ഞ്, ഒന്നും അറിയാത്തൊരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെയും കൂടി മരണത്തിന് കാരണക്കാരായവരെയാണ് ഇപ്പോൾ പ്രതികളാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷമീറാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.